ഇന്ന് നമുക്ക് അപ്പവും വീഞ്ഞും എന്ന മലയാള സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, മെർലിൻ എന്ന സ്ത്രീ, ഇവർക്ക് ഏകദേശം ഒരു 43 വയസ്സ് വരും. 16 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട്. എന്നാൽ ഭർത്താവുമായിട്ട് യാതൊരു വിധത്തിലുള്ള മാനസികവുമായിട്ടും ശാരീരികമായിട്ടുള്ള ഒരു ബന്ധവുമില്ല. അങ്ങനെ അവർ ഒരു മുരടിച്ച അവസ്ഥയിൽ ജീവിച്ചു പോവുകയാണ്. എന്നാൽ അപ്രതീക്ഷിതമായി അവരുടെ വീട്ടിലേക്ക് ഒരു അപരിചിതനെത്തും. ആ യുവാവുമായിട്ട് ഈ മെർലിന് ചെറിയൊരു ഇഷ്ടം തോന്നുകയാണ്. എന്നാൽ യുവാവിനോടൊപ്പം ചേർന്ന് ചെറിയൊരു കാര്യം അവർ ചെയ്യും. അത് അവസാനം കൊണ്ടെത്തിക്കുന്നത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ക്ലൈമാക്സിലേക്കാണ്. അതെന്തെന്നൊക്കെ അറിയാൻ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. സിനിമയുടെ തുടക്കത്തിൽ ഫ്രെഡി എന്നൊരു പയ്യനെയാണ് കാണിക്കുന്നത്. ഈ ഫ്രെഡി ഗോവയിൽ നിന്നും നാട്ടിലേക്ക് വരികയാണ്. ഇനി കുറച്ചു നാള് തന്റെ നാട്ടിൽ തന്നെ സമാധാനമായി ജീവിക്കാമെന്നാണ് ഫ്രെഡിയുടെ ആഗ്രഹവും. ഫ്രെഡി ആണെങ്കിൽ ഒരു മ്യൂസീഷ്യനാണ്. നാട്ടിലെത്തിയ ഫ്രെഡി അവിടെയുള്ള ഒരു ബാറിലേക്ക് മദ്യപിക്കുവാനായും പോകും. ബാറിൽ വെച്ച് ഫെർണാണ്ടസ് എന്നൊരാളിനെ പരിചയപ്പെടുകയാണ്. ഈ ഫെർണാണ്ടസിന് ഏകദേശം ഒരു 50 വയസ്സൊക്കെ പ്രായം വരും. ഫെർണാണ്ടസും ഫ്രെഡിയും അവിടെ ഇരുന്ന് ഒരുപാട് മദ്യപിക്കും. ഒരുപാട് മദ്യപിച്ചതിനാൽ ഫെർണാണ്ടസിന്റെ ബോധവും പോയി. അത് കാണുന്ന ഫ്രെഡിക്ക് അയാളോട് പാവം തോന്നി. എങ്ങനെ ഇയാൾ ഇനി വീട്ടിലെത്തും എന്ന് ചിന്തിച്ച ഫ്രെഡി ആണെങ്കിൽ ഫെർണാണ്ടസിനെ വീട്ടിൽ കൊണ്ടാക്കാമെന്നും ചിന്തിക്കും. അങ്ങനെ കഷ്ടപ്പെട്ട് ഫെർണാണ്ടസിനെ വണ്ടിയിലെടുത്തിട്ട് നാട്ടുകാരോടൊക്കെ വഴിയൊക്കെ ചോദിച്ച് എങ്ങനെയെങ്കിലും ഫെർണാണ്ടസിന്റെ വീട് കണ്ടെത്തി. വീട്ടിൽ വന്ന് ഡോറിൽ മുട്ടുന്ന സമയത്ത് കതക് തുറന്നത് ഫെർണാണ്ടസിന്റെ സുന്ദരിയായ ഭാര്യ മെർലിനായിരുന്നു. മെർലിനോട് പറയുന്നുണ്ട്, ബാറിൽ വെച്ച് പരിചയപ്പെട്ടതാണ്, മദ്യപിച്ച് ഓഫായിപ്പോയി, അതാ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ് അകത്തേക്ക് കൊണ്ടുവന്നിരുത്തി. അകത്ത് സോഫയിൽ വന്നിരിക്കുന്ന സമയത്ത് ഫെർണാണ്ടസ് ഒരുപാട് കുടിച്ചതിനാൽ ഫെർണാണ്ടസിന് ബോധമൊന്നുമില്ല. എന്നാൽ മെർലിൻ കരുതിയത് ഫ്രെഡി കൊണ്ടുവന്ന് കുടിപ്പിച്ചതാണെന്നാണ്. ഇതുപോലുള്ള ആളുകളോടാണല്ലോ കൂട്ട് എന്നൊക്കെ പറഞ്ഞ് ഫ്രെഡിയുടെ മുന്നിലേക്ക് ഡോറ് കൊട്ടിയടയ്ക്കുകയാണ് മെർലിൻ ചെയ്തത്. ഫ്രെഡിക്കാണെങ്കിൽ ആകെ ദേഷ്യം. ഇവരെന്താ ഇങ്ങനെ പെരുമാറുന്നത്? ഇനി എന്തായാലും ഇയാളെ കണ്ടാൽ പോലും ഇനി കൂട്ടുകൂടാൻ പാടില്ല എന്ന് ഫ്രെഡി ചിന്തിക്കും. അങ്ങനെ അടുത്ത ദിവസം വീണ്ടും ഫ്രെഡി ബാറിലേക്ക് എത്തി. അവിടെ വെച്ച് ഫെർണാണ്ടസിനെ കണ്ടുമുട്ടും. ഫ്രെഡിയെ കണ്ടതും ഫെർണാണ്ടസ് അവനടുത്ത് വന്ന് മിണ്ടുകയാണ്. ഇനി ഫെർണാണ്ടസിനോട് മിണ്ടണ്ട, സഹകരിക്കണ്ട എന്ന് ഫ്രെഡി കരുതിയതായിരുന്നു. എന്നിട്ട് ഫ്രെഡി പറയും, തലേ ദിവസം നിങ്ങളെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയപ്പോൾ നിങ്ങളുടെ വൈഫ് എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. അതുകൊണ്ട് ഞാനിനി നിങ്ങളുമായിട്ട് സഹകരിക്കില്ല എന്ന് തീരുമാനിച്ചതാണ്. നിങ്ങളുടെ വൈഫിന് ചിലപ്പോൾ ഞങ്ങളെയൊന്നും ഇഷ്ടമാകില്ല എന്നൊക്കെ ഫ്രെഡി പറയുമ്പോൾ, വൈഫോ? എനിക്കോ? എന്റെ വീട്ടിൽ ഞാൻ മാത്രമാണ് താമസം, ഞാനിനി വിവാഹമൊന്നും കഴിച്ചിട്ടില്ലല്ലോ എന്ന് ഫെർണാണ്ടസും പറയുന്നു. അപ്പോൾ ഫ്രെഡി ചിന്തിക്കും, തലേ ദിവസം താൻ ഈ ഫെർണാണ്ടസിനെ കൊണ്ടുവന്നാക്കുന്ന സമയത്ത് ആരെയായിരിക്കും അവിടെ കണ്ടത്? ഇതാർക്കാ വട്ട് എന്നൊക്കെ അവൻ ചിന്തിക്കും. അപ്പോൾ ഫെർണാണ്ടസ് പറയും, എങ്കിൽ ശരി, നിന്റെ സംശയം തീർക്കാം, വാ എന്റെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ഫ്രെഡിയും കൂട്ടി വീട്ടിലേക്ക് പോകും. വീട്ടിലെത്തുന്ന സമയത്ത് അവിടെ മാകെ ഇരുട്ടായിരുന്നു. അകത്ത് കയറി ലൈറ്റ് ഇട്ടതും അവിടേക്ക് മെർലിൻ വരും. മെർലിനെ കണ്ടതും ഫ്രെഡി ആണെങ്കിൽ ഉറക്കി നിലവിളിക്കുകയാണ്. അത് കണ്ട് ഫെർണാണ്ടസ് ഉറക്കി ചിരിക്കും. എന്നിട്ട് ഫെർണാണ്ടസ് പറയും, ഞാൻ നിങ്ങളെ പറ്റിച്ചതാ, ഇതെന്റെ വൈഫ് മെർലിൻ, ഞാനേ വെറുതെ ഒന്ന് പ്രാങ്ക് ചെയ്യാൻ നോക്കിയതാ എന്ന് പറഞ്ഞ് ഒരുപാട് മദ്യപിച്ചു നിന്നതിനാൽ അവിടെ തന്നെ ബോധം കിട്ടും വീഴുകയാണ്. അങ്ങനെ ഫ്രെഡി അവിടെ നിന്നും ഇറങ്ങും. വീണ്ടും ബാറിലെത്തിയ ഫെർണാണ്ടസ് അവിടെ വെച്ച് ഫ്രെഡിയെ കാണില്ല. ഫ്രെഡിയെ അന്വേഷിച്ച് കണ്ടെത്തുവാനായും ഫെർണാണ്ടസ് തീരുമാനിച്ചു. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഫ്രെഡിയുള്ള സ്ഥലം അയാൾ കണ്ടെത്തുകയാണ്. എന്നിട്ട് ഫ്രെഡിയോട് പറയും, ഞാനതൊരു തമാശയ്ക്ക് ചെയ്തതാണ്, ഇനി അങ്ങനെയൊന്നും ചെയ്യില്ല. പിന്നെ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം, ഞങ്ങൾ ചേർന്ന് ഒരു കമ്മ്യൂണിറ്റി രൂപീകരിച്ചിട്ടുണ്ട്, അതിൽ വന്ന് ഒരു പ്രോഗ്രാം ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ ഫെർണാണ്ടസിന്റെ ആ ആവശ്യം ഫ്രെഡിക്ക് ഒരുപാട് ഇഷ്ടമായി. കാരണം ഈ ഫ്രെഡി ഒരു മ്യൂസിഷ്യൻ ആണല്ലോ. അങ്ങനെ ഫ്രെഡി ഫെർണാണ്ടസിനൊപ്പം പോകുവാനായും തീരുമാനിച്ചു. ഫെർണാണ്ടസ് പറഞ്ഞതുപോലെ തന്നെ അവരുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ പ്രോഗ്രാം ഒക്കെ നടക്കുകയാണ്. അതിൽ ഫ്രെഡി നന്നായിട്ട് പരിപാടിയൊക്കെ അവതരിപ്പിക്കുകയും ചെയ്തു. പക്ഷേ എന്നാലും അതിൽ പങ്കെടുക്കുവാനായിട്ട് വന്ന മെർലിന് വല്ലാത്ത ദേഷ്യമായിരുന്നു. എന്ത് കാര്യം പറഞ്ഞാലും അവൾക്ക് ദേഷ്യം. ചെറിയ കാര്യത്തിന് പോലും മെർലിന് വല്ലാത്ത ദേഷ്യം വരും. അങ്ങനെ മെർലിൻ അക്കാര്യം ഡോക്ടറെ കണ്ട് സംസാരിക്കുവാനായും തീരുമാനിച്ചു. ഡോക്ടർ പറയും, മെർലിന് പീരീഡ്സ് തീരാൻ പോകുന്ന ആ ഒരു പ്രായമാണിപ്പോൾ. അപ്പോൾ അതിലുണ്ടാകുന്ന മൂഡ് സ്വിങ്സ് ആണ് ഇതൊക്കെ, അല്ലാതെ വേറെ ഒരു പ്രശ്നവുമില്ല. നിങ്ങളുടെ ഭർത്താവുമായിട്ടുള്ള വിവാഹ ജീവിതം എങ്ങനെയാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് മെർലിൻ പറയുന്നത്, ഞങ്ങൾ 16 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട്, പക്ഷേ ഇന്ന് വരെയും ഞങ്ങൾ തമ്മിൽ ഫിസിക്കൽ റിലേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയും.
അത് കേട്ടതും ഡോക്ടർ തന്നെ ഞെട്ടി. ആ ഒരു വിഷമം മെർലിന്റെ മനസ്സിലുണ്ട്. 16 വർഷമായിട്ടും ഭർത്താവ് എന്നൊരു നിലയിൽ ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യങ്ങൾ പോലും ഈ ഫെർണാണ്ടസ് അവളോട് ചെയ്യാറില്ല. മാത്രമല്ല എപ്പോഴും ഇങ്ങനെ മദ്യപിച്ച് നടക്കും. മെർലിനെ ഒന്ന് മനസ്സിലാക്കുവാൻ പോലും ഫെർണാണ്ടസ് ശ്രമിച്ചിട്ടേയില്ല. അങ്ങനെ ഇരിക്കെ ഫെർണാണ്ടസ് ഫ്രെഡിയെ തന്റെ ഗസ്റ്റ് ഹൗസിലേക്ക് കൊണ്ടുവന്ന് താമസിപ്പിക്കും. പക്ഷേ അത് മെർലിൻ ഒട്ടും ഇഷ്ടമായില്ല. മാത്രമല്ല ഫ്രെഡി താമസമായതിനു ശേഷം ഫ്രെഡിക്ക് വേണ്ടിയിട്ട് ഫെർണാണ്ടസ് കടയിൽ പോയി ഒരു പിയാനോയൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് കൊടുക്കുന്നു. അത് കാണുന്നത് മെർലിന് ദേഷ്യം വരും. കാരണം എന്തെന്നാൽ മെർലിന്റെ ഒരു കാര്യം പോലും ശ്രദ്ധിക്കാത്ത ഫെർണാണ്ടസ് ഇപ്പോഴത്തെ ഫ്രെഡിയെ കൊണ്ടുവന്നിട്ട് അവന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു. അതേതെങ്കിലും ഭാര്യയ്ക്ക് സഹിക്കുമോ? അല്ല, ഭാര്യയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഭർത്താവായിരുന്നെങ്കിൽ ഒരു കുഴപ്പവുമില്ലായിരുന്നു അല്ലേ? എന്നാൽ ഫെർണാണ്ടസ് ഇല്ലാത്ത തക്കം നോക്കി ഗസ്റ്റ് ഹൗസിലേക്ക് എത്തിയ മെർലിൻ ആണെങ്കിൽ ഫ്രെഡിയെ വിരട്ടും. ദേ, മര്യാദയ്ക്കാണെങ്കിൽ മാത്രം ഇവിടെ താമസിക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് പോകാം. പിന്നെ ഇവിടെ മദ്യപിക്കാനൊന്നും പറ്റില്ല എന്നൊക്കെയുള്ള രീതിയിൽ അവനെ വിരട്ടിയിട്ടാണ് അവിടെ നിന്ന് പോകുന്നതും. ഫ്രെഡിക്കാണെങ്കിലോ ഇവരെന്തായി പറയുന്നത് എന്നുള്ള രീതിയിലാണ് നോക്കി നിൽക്കുന്നതും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മെർലിൻ പുറത്തു പോയ സമയം ഫെർണാണ്ടസ് ഫ്രെഡിയെ തന്റെ വീട്ടിലേക്ക് വിളിച്ചു. രണ്ടുപേരും അവിടെ ഇരുന്ന് ഒരുപാട് മദ്യപിക്കുകയും പിന്നെ കിച്ചണിൽ കയറി ഫുഡൊക്കെ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തു. മദ്യപിച്ച് ബോധമില്ലാതെ അവിടെ മാകിയെ നടക്കുകയായിരുന്ന ഫ്രെഡി അറിയാതെ മെർലിന്റെ റൂമിലെത്തി അവിടുത്തെ കട്ടിൽ കിടന്ന് ഉറങ്ങിപ്പോയി. മറ്റൊരു വശത്ത് ഫെർണാണ്ടസും അടിച്ച് ബോധമില്ലാതെ സോഫയിൽ കിടന്നുറങ്ങുകയാണല്ലോ. എന്നാൽ അതേസമയം തന്നെ മെർലിൻ തന്റെ വീട്ടിലേക്ക് വരും. അവൾ കണ്ട കാഴ്ച തന്റെ കട്ടിലിൽ തന്റെ പുതപ്പിന് മുകളിൽ കിടന്നുറങ്ങുന്ന ഫ്രെഡിയാണ്. അവൾക്ക് അത് കണ്ട് ദേഷ്യം വന്നു. ഫ്രെഡിയുടെ മുന്നിൽ വെച്ച് തന്നെ ആ ഒരു ബെഡ്ഷീറ്റ് പുറത്തു കൊണ്ടുവന്ന് കത്തിച്ച് കളയുകയാണ് ചെയ്തത്. എന്നാൽ അക്കാര്യത്തെ ചൊല്ലി ഫെർണാണ്ടസും മെർലിനും തമ്മിൽ വലിയ വഴക്ക് നടക്കും. ആ ഒരു വഴിക്കിൽ ദേഷ്യപ്പെട്ട് ഫെർണാണ്ടസ് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകും. പോകുന്ന സമയത്ത് മെർലിനെ പൂട്ടിയിട്ടിട്ടാണ് പോകുന്നതും. എന്നാൽ മെർലിൻ കതക് തുറക്കുവാനായിട്ട് ഒരുപാട് അപേക്ഷിച്ചിട്ടും ഫെർണാണ്ടസ് അത് കേട്ടില്ല. പോകുന്ന സമയത്ത് ഫ്രെഡിയെ ഫോൺ വിളിച്ചിട്ട് ഞാൻ 2 ദിവസത്തേക്ക് ഇവിടെ നിന്നൊന്ന് മാറി നിൽക്കുകയാ, വരുമ്പോൾ ഒരു സർപ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഫെർണാണ്ടസ് പോകുന്നതും. അതേസമയം തന്നെ വീട്ടിൽ നിന്ന് മെർലിന്റെ കരച്ചിൽ കേട്ടുകൊണ്ടേയിരുന്നു. അത് കേട്ട് ഫ്രെഡി അവിടേക്ക് ചെന്ന് മെർലിനെ തുറന്നുവിടും. പാവം സ്ത്രീ എന്നൊക്കെ അവന്റെ മനസ്സിൽ തോന്നുന്നുമുണ്ട്. അതേസമയം മെർലിൻ കട്ടിലിരുന്നിട്ട് എന്നെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോകാമെന്ന് മെർലിൻ ചോദിക്കുമ്പോൾ പോകാമെന്ന് പറഞ്ഞ് അവരെയും കൂട്ടി അവൻ കാറിൽ പോവുകയായിരുന്നു. എവിടേക്കാണ് പോകേണ്ടത് എന്ന് ചോദിക്കുന്ന സമയത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് പോകണമെന്നായിരുന്നു മെർലിന്റെ മറുപടി. അങ്ങനെ കാർ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് അവരുടെ പ്രശ്നം എന്താണെന്ന് ഫ്രെഡി ചോദിക്കും. മെർലിൻ പറയും, 16 വർഷമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്. പക്ഷേ ഈ 16 വർഷമായിട്ടും ഒരു ഭാര്യയ്ക്ക് ഭർത്താവ് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളൊന്നും ഫെർണാണ്ടസ് എനിക്ക് ചെയ്തു തന്നിട്ടില്ല. ഒരു ഭർത്താവെന്ന നിലയിൽ അയാൾ ഒരു പരാജയമാണ്. എന്നെ ഒരുപാട് ഉപദ്രവിക്കും. കാണുന്നത് പോലെയല്ല എന്ന് പറയുമ്പോൾ അയ്യോ, സഹകരിക്കുമ്പോൾ വെറും ഒരു പാവമാണല്ലോ എന്നായിരുന്നു ഫ്രെഡിയുടെ മനസ്സിൽ. ഫെർണാണ്ടസ് ഇല്ലാത്ത 2 ദിവസവും മെർലിൻ എന്തിനും കൂട്ടായിട്ട് ഫ്രെഡി ഉണ്ടായിരുന്നു. അന്നേ ദിവസം രാത്രി മെർലിൻ ഗസ്റ്റ് ഹൗസിലേക്ക് നോക്കി നിൽക്കുകയാണ്. അവൾക്ക് ഈ ഫ്രെഡിയോടൊപ്പം ജീവിക്കണം എന്നൊരാഗ്രഹമുണ്ടായി. എന്നാൽ അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ ഫെർണാണ്ടസ് അവരുടെ വീട്ടിലേക്ക് വരികയാണ്. കൂടെ അവരുടെ ഒരു മകളുമുണ്ട്. മകൾ പുറത്തുനിന്ന് പഠിക്കുകയാണ്. അവളെയും കൂട്ടിക്കൊണ്ടാണ് വന്നിരിക്കുന്നതും. എന്തെന്നാൽ ഈ ഫെർണാണ്ടസിന് ചെറിയൊരു ഉദ്ദേശമുണ്ട്, അത് വഴിയേ മനസ്സിലാക്കും. മകൾ വന്ന ഉടനെ തന്നെ അവൾ കൂടുതലായിട്ടും ഫ്രെഡിയോട് നല്ല ക്ലോസ് ആയിട്ട് ഇടപഴകാനൊക്കെ തുടങ്ങി. അവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആകുന്നു. പക്ഷേ ഇതൊന്നും മെർലിൻ അത്ര ഇഷ്ടമാകുന്നതേയില്ല. എപ്പോഴും മകളുടെ കൂടെയൊക്കെ ഈ ഫ്രെഡി പോകുന്നതുമൊന്നും അവൾക്ക് ഇഷ്ടമാകുന്നില്ല. പക്ഷെ ഫെർണാണ്ടസ് ആണെങ്കിൽ അതിന് ഫുൾ സപ്പോർട്ടാണ്. ഒരിക്കലൊരു പാർട്ടിക്ക് പങ്കെടുക്കുവാനായിട്ട് ഫ്രെഡിയും ഫെർണാണ്ടസും മെർലിനും മകളും ഒക്കെ പോകും. അവിടെ വെച്ച് ഫ്രെഡി ഒരു പാട്ട് പാടും. ആ പാട്ട് മെർലിന് ഒത്തിരി ഇഷ്ടമുള്ള പാട്ടായിരുന്നു. മെർലിന് മാത്രമല്ല അവരുടെ മകൾക്കും ഇഷ്ടമുള്ള പാട്ടായിരുന്നു. തിരികെ വരുന്ന സമയത്ത് ഫ്രെഡിയോട് മെർലിന്റെ മകൾ പറയും, എനിക്ക് വിവാഹം കഴിക്കുന്നെങ്കിൽ ഒരു മ്യൂസിഷ്യനെ വിവാഹം കഴിക്കണമെന്നാണ് ആഗ്രഹമെന്ന് മകൾ പറയും. അതിന് മറുപടി ഒന്നും കൊടുക്കാത്ത ഫ്രെഡി കണ്ണാടിയിലൂടെ മെർലിനെ നോക്കും. മെർലിൻ അപ്പോഴും അതെല്ലാം കേട്ട് ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. അടുത്ത ദിവസം ഫ്രെഡിക്ക് അടുത്തേക്ക് ഫെർണാണ്ടസ് വരും. എന്നിട്ട് തന്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹം ഫ്രെഡിയോട് തുറന്നു പറയുന്നു. എന്തെന്നാൽ ഫെർണാണ്ടസിന് തന്റെ മകളെ കൊണ്ട് ഫ്രെഡിയെ വിവാഹം കഴിപ്പിക്കണമെന്നാണ് ആഗ്രഹം. അതിനു വേണ്ടിയിട്ടാണ് മകളെ കൂട്ടിക്കൊണ്ടുവന്നതും. ആ ആഗ്രഹം ഫ്രെഡിയോട് പറയും. എന്നാൽ ഫ്രെഡി പറയുന്നത് എനിക്ക് ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കുവാനായിട്ട് താല്പര്യമില്ല എന്നായിരുന്നു. അത് കേട്ട ഫെർണാണ്ടസ് ചോദിക്കും, അങ്ങനെ പറയാൻ എന്താ കാരണം? നിനക്ക് വേറെ വല്ല റിലേഷൻഷിപ്പും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു റിലേഷൻഷിപ്പും ഇല്ല, പക്ഷേ ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ എനിക്കൊട്ടും താല്പര്യമില്ല എന്നായിരുന്നു അവൻ പറഞ്ഞതും. അതിനെന്താ, എക്സുമായിട്ട് വല്ല ഫിസിക്കൽ റിലേഷൻ നടന്നു, അത് വല്ലതുമാണോ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ എന്താണ് കാരണമെന്ന് എനിക്ക് പറയുവാനായിട്ട് താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ് ഫ്രെഡി.
പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം ഫ്രെഡി ഫെർണാണ്ടസിനെ അവോയ്ഡ് ചെയ്യുവാനായി തുടങ്ങി. ഫെർണാണ്ടസ് ബാറിൽ പോകുവാനൊക്കെ വിളിക്കുന്ന സമയത്ത് തനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് റൂമിൽ തന്നെ കിടക്കും. എന്നാൽ ഒരു ദിവസം മെർലിൻ തനിക്ക് പുറത്തു പോകണമെന്ന് പറഞ്ഞ് ഫ്രെഡിയെ വിളിക്കും. ഫ്രെഡിക്കും അതിന് താല്പര്യമുണ്ടായിരുന്നു. അതേസമയം തന്നെ ഫെർണാണ്ടസ് നമുക്കൊന്ന് പുറത്തു പോയാലോ എന്ന് ഫ്രെഡിയോട് ചോദിക്കുമ്പോൾ ഇല്ല, ഞാനൊന്ന് പുറത്തു പോകുവാൻ നിൽക്കുകയാണെന്ന് പറയും. അങ്ങനെ ഫെർണാണ്ടസ് തന്റെ കാറും എടുത്ത് പുറത്തു പോയി. അപ്പോഴേക്കും ഫ്രെഡിയും മെർലിനും കാറും എടുത്ത് പുറത്തും പോകും. പോകുന്ന വഴിയിൽ രണ്ടുപേരും ഓരോന്ന് സംസാരിച്ചു കൊണ്ടാണ് പോകുന്നതും. അതേസമയം തന്നെ കാറ് ബ്രേക്ക് ഡൗൺ ആയി നിൽക്കുന്ന ഫെർണാണ്ടസിനെ അവർ കാണും. രണ്ടുപേരും ഒന്ന് പേടിക്കും. കാരണം എന്തെന്നാൽ അതുവഴി പോകുന്ന വണ്ടിക്കൊക്കെ ഫെർണാണ്ടസ് ലിഫ്റ്റ് ചോദിക്കുകയാണ്. എന്നാൽ അവരുടെ ഭാഗ്യത്തിന് തന്നെ അവരുടെ മുന്നിലൂടെ പോയ വണ്ടി നിർത്തുകയും ഫെർണാണ്ടസ് അതിൽ കയറി പോവുകയും ചെയ്തു. അവർ രണ്ടുപേരും നേരെ ഒരു മലമുകളിലേക്കാണ് വന്നത്. അവിടെ നിന്ന് കുറെ നേരം അവർ രണ്ടുപേരും സംസാരിക്കും. അന്നേ ദിവസം രാത്രി ഫെർണാണ്ടസിനൊപ്പം ബാറിലിരിക്കുകയായിരുന്നു ഫ്രെഡി. അപ്പോൾ മെർലിന്റെ കോൾ വരും. തനിക്കൊന്ന് കാണണമെന്നായിരുന്നു മെർലിൻ പറഞ്ഞതും. ഉടനെ തന്നെ എന്തൊക്കെയോ കള്ളം പറഞ്ഞ് ഫ്രെഡി അവിടെ നിന്ന് നേരെ മെർലിന്റെ അടുത്തേക്ക് പോകും. അപ്പോഴേക്കും മെർലിൻ അവിടെ നല്ല സുന്ദരിയായി തന്നെ നിൽക്കുകയാണ്. മെർലിൻ ഫ്രെഡിയോട് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നു. മെർലിന്റെ സംസാരത്തിൽ നിന്നും മെർലിന് ഫ്രെഡിയെ ഇഷ്ടമാണ് എന്നുള്ള കാര്യം ഫ്രെഡിക്ക് മനസ്സിലായി. മാത്രമല്ല അവൾ താനുമായിട്ട് ഫിസിക്കൽ റിലേഷൻ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യവും ഫ്രെഡിക്ക് മനസ്സിലായി. ഇനി ഇവിടെ നിന്നാൽ ശരിയാകില്ല, ആകെ പ്രശ്നമാകുമെന്ന് ഫ്രെഡിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം ആ ഒരു നാട്ടിൽ നിന്ന് തന്നെ പോകുവാനായിട്ടും ഫ്രെഡി തീരുമാനിച്ചു. അക്കാര്യം തന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഫെർണാണ്ടസിനോട് പറയും. ഫ്രെഡിയുടെ മനസ്സിൽ എന്തെന്നാൽ ഫെർണാണ്ടസ് ആണല്ലോ ഫ്രെഡിയുടെ കൂട്ടുകാരൻ. അപ്പോൾ അവരുടെ വൈഫുമായിട്ട് എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായാൽ ഫെർണാണ്ടസിനെ ചതിക്കും പോലെയല്ലേ, അതിന് തനിക്ക് താല്പര്യമില്ല എന്നാണ് ഫ്രെഡിയുടെ മനസ്സിൽ. അങ്ങനെ ഫെർണാണ്ടസിനോട് ഞാൻ ഈ നാട്ടിൽ നിന്ന് പോവുകയാണ് എന്ന് പറയുന്ന സമയത്ത് ഫെർണാണ്ടസ് പറയുന്നുണ്ട്, എന്തിനാ പോകുന്നത്, ഇവിടെ തന്നെ നിന്നൂടെ എന്ന് ചോദിക്കുമ്പോഴും പറ്റില്ല എന്ന് പറഞ്ഞാണ് ഫ്രെഡി പോകുവാനായും തീരുമാനിച്ചത്. എന്തായാലും ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, അത് നടക്കട്ടെ എന്ന് മനസ്സില്ലാ മനസ്സോടെ ഫെർണാണ്ടസും പറഞ്ഞു. ഫ്രെഡി അവിടെ നിന്ന് പോകുവാനായി തീരുമാനിച്ച കാര്യം മെർലിനും അറിയുകയാണ്. മെർലിന് ആകെ വിഷമം. 16 വർഷമായിട്ട് സ്നേഹമോ കെയറിങ്ങോ ഒന്നും കിട്ടാതെ കൂട്ടിലടയ്ക്കപ്പെട്ട ഒരു കിളിയെ പോലെയാണല്ലോ മെർലിൻ ജീവിച്ചു പോകുന്നതും. എന്നാൽ ഫ്രെഡി വന്നതിൽ പിന്നെയാണ് ജീവിതത്തിന്റെ സന്തോഷം എന്തെന്ന് മെർലിൻ മനസ്സിലാക്കിയതും. അതുകൊണ്ട് തന്നെ ഫ്രെഡിയെ വിവാഹം കഴിക്കണമെന്നും അവനോടൊപ്പം ജീവിക്കണമെന്നുമുള്ള ആഗ്രഹം മെർലിൻ ഉണ്ടായതും. പക്ഷേ ഇപ്പോൾ ഫ്രെഡി പോകുന്നു എന്ന് തീരുമാനിച്ചല്ലോ. മെർലിൻ അത് താങ്ങാനായും പറ്റിയില്ല. മെർലിൻ അവനോട് പോകണ്ട എന്ന് പറഞ്ഞിട്ട് പോലും അതിനവൻ തയ്യാറായില്ല. പോകുവാൻ തീരുമാനിച്ച അന്നേ ദിവസം രാത്രി തന്നെ വീണ്ടും ഫെർണാണ്ടസിനൊപ്പം ഇരുന്ന് അവർ ആദ്യമായിട്ട് കണ്ടുമുട്ടിയ അതേ ബാറിലിരുന്ന് മദ്യപിക്കുകയാണ്. ഫെർണാണ്ടസിനോട് യാത്രയും പറഞ്ഞു. അതേസമയം മെർലിന്റെ ഒരു കോൾ വീണ്ടും ഫ്രെഡിക്ക് വരികയാണ്. പോകുന്നതിന് മുൻപ് അവസാനമായി എനിക്കൊന്ന് കാണണമെന്നായിരുന്നു മെർലിൻ പറഞ്ഞതും. അങ്ങനെ കുടിച്ച് ബോധമില്ലാതിരിക്കുന്ന ഫെർണാണ്ടസിനെയും കൂട്ടി ഫ്രെഡി വീട്ടിലേക്ക് വന്നു. അതേസമയം ഒരുങ്ങി മേക്കപ്പ് കിട്ട് സുന്ദരിയായിട്ട് നിൽക്കുകയാണ് മെർലിൻ. മെർലിൻ അപ്പോൾ ഫ്രെഡിയെ കെട്ടിപ്പിടിച്ചിട്ട് എന്തിനാ ഇവിടെ നിന്ന് പോകുന്നത്, എന്നെ വിട്ടു പോകാതിരുന്നൂടെ എന്നൊക്കെ ചോദിച്ച് മെർലിൻ അവനെ കെട്ടിപ്പിടിക്കും. 16 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇപ്പോഴാണ് സന്തോഷം എന്തെന്ന് അറിയുന്നത് എന്നൊക്കെ മെർലിൻ പറയും. എന്നാൽ മെർലിൻ പറയുന്നതിന് മറുപടിയൊന്നും ഫ്രെഡിക്കില്ലായിരുന്നു. രണ്ടുപേരും ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടും. 16 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ജീവിതത്തിന്റെ സന്തോഷം എന്തെന്ന് മെർലിൻ അറിഞ്ഞിരിക്കുന്നു. ആ സന്തോഷത്തിൽ നിൽക്കുന്ന മെർലിൻ ആണെങ്കിൽ അവരെ രണ്ടുപേരെയും കിടക്കയിൽ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഫെർണാണ്ടസിനെ കാണുകയാണ്. അത് കണ്ട് മെർലിൻ ഞെട്ടിപ്പോകും. മെർലിന്റെ കൈവശം എപ്പോഴും സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു തോക്ക് അവൾ സൂക്ഷിച്ചു വെച്ചിരുന്നു. അതവൾ കയ്യിലെടുക്കുകയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഫെർണാണ്ടസ് അവരെ നോക്കി നിൽക്കുന്നത് അവളുടെ ഒരു സ്വപ്നമായിരുന്നു. അതേസമയം തന്നെ ഫ്രെഡി ഉണരും. മെർലിൻ അടുത്തേക്ക് വന്ന ഫ്രെഡി ചോദിക്കും, എന്താ മെർലിൻ, നിങ്ങളുടെ ദേഹത്ത് നിന്നും പീറ്റർ ജോർജിന്റെ മണം പോയോ? അത് കേട്ടതും മെർലിൻ ഒന്ന് ഞെട്ടി. അവിടെയാണ് കഥയിലൊരു ട്വിസ്റ്റ്. എന്തെന്നാൽ ഈ പീറ്റർ ജോർജ് ആരെന്നാൽ മെർലിന്റെ പഴയ കാമുകനായിരുന്നു. ഇവർക്ക് രണ്ടുപേർക്കും വിവാഹം കഴിക്കുവാനായും പറ്റിയില്ല. എന്നാൽ മെർലിന്റെയും പീറ്റർ ജോർജിന്റെയും വിവാഹശേഷവും ഇവർ തമ്മിലുള്ള റിലേഷൻ മുന്നോട്ട് പൊയ്ക്കൊണ്ടേയിരുന്നു. ഈ പീറ്റർ ജോർജിന്റെ മകനാണ് ഫ്രെഡി. ഫ്രെഡി ഇപ്പോൾ വന്നിരിക്കുന്നത് മെർലിനോട് പ്രതികാരം വീട്ടുവാനായിട്ടാണ്. കാരണം എന്തെന്നാൽ പീറ്റർ ജോർജും ഈ ഫ്രെഡിയുടെ അമ്മയും തമ്മിൽ എന്നും മെർലിന്റെ പേര് പറഞ്ഞ് വഴക്കായിരുന്നു. മെർലിന്റെ കാര്യം പറഞ്ഞ് അവർക്കിടയിൽ സമാധാനമേ ഉണ്ടായിട്ടില്ല. നിങ്ങളോടൊപ്പം ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ എന്റെ അമ്മയെ കൊന്നുകളഞ്ഞതെന്നും ഫ്രെഡി പറയും. അത് കേട്ടതും മെർലിൻ പറയും, ഈ കാര്യങ്ങളെന്ന് ഞാൻ അറിഞ്ഞതല്ല. ഞാനും പീറ്റർ ജോർജും തമ്മിൽ റിലേഷൻ ഉണ്ടായിരുന്നു, അത് ശരി തന്നെയാ. ഞാനും നിന്റെ അച്ഛനുമായിട്ട് യാതൊരുവിധ ഫിസിക്കൽ റിലേഷനും ഉണ്ടായിട്ടില്ല.
പക്ഷേ എന്നോടുള്ള പ്രണയം മനസ്സിൽ വെച്ചിട്ട് നിന്റെ അമ്മയെ കൊന്നു കളയുമെന്ന് ഞാൻ അറിഞ്ഞ കാര്യമല്ല. നിന്റെ അച്ഛനുമായിട്ടുള്ള ബന്ധത്തിന്റെ കാര്യം പറഞ്ഞ് എന്നെ എന്റെ ഭർത്താവ് കൊല്ലാൻ വന്നു. പക്ഷേ ഞാൻ പറഞ്ഞിട്ടും അയാളൊന്നും വിശ്വസിച്ചത് പോലുമില്ല. ദേ ഇപ്പോൾ നീയും എന്നെ കൊല്ലാൻ വന്നിരിക്കുന്നു. ഒരിക്കലും ഞാൻ ഒരാണുങ്ങളെയും ഇനി വിശ്വസിക്കില്ല. ഞാനാണ് മരിക്കേണ്ടത് എന്ന് പറഞ്ഞ് ആ തോക്കെടുത്ത് സ്വയം വെടിവെച്ച് മെർലിൻ മരണപ്പെട്ടു. ഇനി അവിടെ നിന്നാൽ ശരിയാകില്ല എന്ന് ഫ്രെഡിക്ക് മനസ്സിലായി. അവന്റെ യഥാർത്ഥ പേര് ഫ്രെഡി എന്നല്ല, ജൂഡെന്നാണേ. പോകുവാനായി ഇറങ്ങുന്ന അവനടുത്തേക്ക് ഫെർണാണ്ടസ് വന്നിട്ട്, എന്താ ജൂഡെ, നീ ഉദ്ദേശിച്ച കാര്യമെല്ലാം നടന്നോ? നീ വന്ന കാര്യം കൃത്യമായി ചെയ്തോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് എന്റെ പേര് ജൂഡെന്നാണെന്ന് നിങ്ങൾക്കെങ്ങനെ അറിയാമെന്ന് അവൻ ചോദിക്കും. അപ്പോൾ ഫെർണാണ്ടസ് പറയും, എന്റെ ഭാര്യയ്ക്ക് വിവാഹം മുമ്പ് ഒരു പ്രണയം ഉണ്ടായിരുന്നു എന്നെനിക്കറിയാമായിരുന്നു. പക്ഷെ അവൾ വിവാഹത്തിന് ശേഷവും അത് തുടർന്നുകൊണ്ടേയിരുന്നു. അവളെ കൊല്ലുവാനായിട്ട് ഞാൻ ഒരുപാട് തവണ ശ്രമിച്ചു. പക്ഷെ എനിക്ക് നടന്നില്ല. അത് പീറ്റർ ജോർജ് എന്നൊരാളുമായിട്ട് അവൾക്ക് അഫെയർ ഉണ്ട് എന്ന കാര്യം ഞാൻ കണ്ടുപിടിച്ചിരുന്നു. പീറ്റർ ജോർജ്, അതായത് നിന്റെ അച്ഛൻ ആക്സിഡന്റിൽ മരിച്ചില്ലേ? യഥാർത്ഥത്തിൽ അത് ആക്സിഡന്റിൽ മരിച്ചതല്ല, ഞാൻ കൊന്നതാണ്. ഞാൻ പ്ലാൻ ചെയ്ത് കൊന്നതാണ്. പക്ഷേ എന്തോ എനിക്കെന്റെ ഭാര്യയെ കൊല്ലുവാനായും പറ്റിയില്ല എന്ന് പറയുമ്പോൾ അത് കേട്ട് ജൂഡ് ചോദിക്കും, എന്റെ അച്ഛനെ ഇത്രയും പ്ലാൻ ചെയ്ത് നിങ്ങൾക്ക് കൊല്ലാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെ കൊല്ലാൻ പറ്റിയിട്ടില്ല? അത് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളുടെ ഭാര്യയോട് പ്രണയമുണ്ടായിട്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ചിലപ്പോൾ ആയിരിക്കാം. എന്തായാലും ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന കാര്യം നീ ചെയ്തില്ലേ എന്ന് ഫെർണാണ്ടസ് പറയുന്നു. എന്നിട്ട് ജൂഡിനെ ഗോവയിലേക്കും കയറ്റിവിടുകയാണ്. അതിനുശേഷം പിന്നീടുള്ള ജീവിതം ആ ഒരു നാട്ടിൽ തന്നെ സുഖമായി ജീവിക്കുവാനായിട്ടും ഫെർണാണ്ടസ് തീരുമാനിച്ചു. അതോടുകൂടി സിനിമയുടെ കഥ അവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.